വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ടൈം മുഖം ഇങ്ങനെ ഇരിക്കണത്. എന്ന് വെച്ചാൽ കുറച്ച് ദിവസമായി തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് നല്ല പണിയിലാണ് കേട്ടോ. രാവിലെ കുറച്ച് നേരം വൈകി എണീക്കാനായിട്ട്. നല്ല മഴ പെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസം. മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ചോറ് ഇതിങ്ങനെ ആയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാലേ പരിപ്പ് കൂട്ടി മടുത്തു. പരിപ്പായിരുന്നു ഇന്നലെ. കോളിഫ്ലവർ ആയിരുന്നു കേട്ടോ കറി. കോളിഫ്ലവർ ഉണ്ടായിരുന്നു. പിന്നെ കൊള്ളി കറി വെച്ചായിരുന്നു കേട്ടോ. മറ്റേ കൊള്ളി ഇഷ്ടം ഉണ്ടാക്കില്ല, ഈ മഞ്ഞ കളറിൽ ഇങ്ങനെ ഉണ്ടാക്കില്ല, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇവിടെ സവോള വേപ്പിൽ കുറച്ച് ഉണങ്ങിപ്പോയി കേട്ടോ. അതിൽ തോന്നുമ്പോൾ കുറച്ചധികം ഉണങ്ങിപ്പോലെ തോന്നുന്നു, പക്ഷെ അത്ര ഉണങ്ങി. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ തോന്നുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിമിംഗ് ആപ്ലിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ മണിക്കൂറുകളൊക്കെ എടുത്തിട്ട് ഒരു ടീം രൂപീകരിച്ചിട്ട് അതിൽ ഫാന്റസി ക്യാപ്റ്റന് ഫസ്റ്റ് ബോളിങ്ങിൽ തന്നെ വിക്കറ്റ് ഒക്കെ പോകുന്ന ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഫോമിലുള്ള താരത്തിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നിട്ടും അയാളും ചതിക്കുമ്പോൾ ഉള്ള ഒരു അവസ്ഥ, അവിടെ നിന്നാണ് നമ്മുടെ നിരാശയുടെ തുടക്കം ഒരു ഗെയിം കളിക്കുമ്പോൾ, അല്ലെ? അപ്പോൾ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരമാണ് ഗെയിംസി എന്ന് പറയുന്ന ഒരു ആപ്പ്. ഈ ഗെയിംസി എന്ന് പറയുന്ന ഒരു ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാനുള്ള ശതമാനം കൂടുതലാണ്, തോൽക്കാനുള്ള അവസരം കുറവാണ്. ഗെയിംസിൽ നിങ്ങൾക്ക് മത്സരങ്ങൾ മുഴുവനായിട്ടും കളിക്കാൻ പറ്റും, അതല്ലെങ്കിൽ ഇന്നിങ്സ് ആയിട്ടും കളിക്കാൻ പറ്റും, അതല്ലെങ്കിൽ ഫാന്റസി ആയിട്ടും കളിക്കാനായിട്ട് പറ്റും. ഇതിലിപ്പോൾ ഫാന്റസി ആയിട്ട് കളിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. ഇതിൽ ഫസ്റ്റ് ഇന്നിങ്സ് കളിച്ചിട്ട് അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടാമത്തെ ഇന്നിങ്സ് അതേപോലെ തന്നെ കൊണ്ടുവന്നിട്ട് അതിലെല്ലാ വിവരങ്ങളും കൊണ്ടുവന്നിട്ട് ടീമിനെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് 2 തവണ അതിൽ വിജയിക്കാനായിട്ടും പറ്റുന്നുണ്ട്. അതേപോലെ ടീം മേക്കിങ്ങിലോ അതുപോലെ പിച്ചിന്റെ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ഇതിൽ ഈ ഒരു ഗെയിമിൽ ഫാൻ കോച്ചും കൂടി നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഈ ഒരു ആപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് ഫാന്റസി ടീമുകളെ കണ്ടെത്താനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിൽ കളിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ടീം ഉണ്ടാക്കുന്നതിൽ ചില പ്രശ്നങ്ങളോ അതേപോലെ തന്നെ ക്യാപ്റ്റൻ ആൻഡ് വൈസ് ക്യാപ്റ്റൻ ഇതിനൊന്നും നമുക്ക് ഇതിൽ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റില്ല. ഇതിൽ നിങ്ങൾ 8 തവണ വിജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ 5 ഓവറിലും 5 കളിക്കാരെ മാത്രം തിരഞ്ഞെടുത്തിട്ട് 8 തവണ വിജയിക്കുക ഗൈസ്. അപ്പോൾ 100 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ 200 റുപ്പീസ് വരെ നിങ്ങൾക്ക് വെൽക്കം ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? ഞാൻ അടിയിൽ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് 11,750 രൂപ വരെ വെൽക്കം ബോണസ് നേടാനായിട്ട് നോക്കുക ഗൈസ്. ബൈ. ഇത് സവോളയാണ് ഉണ്ടായിരിക്കണത്. പിന്നെ തക്കാളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് മുട്ടയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കില്ലേ. അയ്യോ എൻ്റെ പാൻ്റെ ചൂടായി. അപ്പോൾ മുട്ടയിൽ പൊരിച്ചിലേക്കില്ലേ, അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ മഴ കാരണം കൊണ്ട് ചിലപ്പോൾ കേൾക്കാൻ കുറച്ച് പ്രശ്നം ഉണ്ടാവും കേട്ടോ. ഞാൻ മുട്ട എടുക്കട്ടെ. മുട്ട അധികം ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ നമ്മുടെ ഫ്രിഡ്ജിൽ. അങ്ങനെ ഐറ്റംസ് ഒക്കെ തീർന്നു തുടങ്ങി, നമ്മൾ ഉപയോഗിച്ച് തീർന്നു തുടങ്ങി. നമുക്കത് കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ എന്താ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ പോകേണ്ട ആവശ്യങ്ങളുണ്ട്. ബാങ്കിൽ പോകണം. അപ്പോൾ കാണാം, നല്ല മഴയാണ്. എന്തായിരിക്കും അറിയില്ല. മഴ പിന്നെ പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര മടി കൂടുതലാണ് എനിക്ക്. അപ്പോൾ ഓക്കെ ഗൈസ്, എൻ്റെ കറി ഇതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവും കുട്ടി എണീറ്റിട്ടില്ല, കാണിച്ചു തരാം. ഈ ഒരു അങ്കംവെട്ട് കണ്ടോ? എന്താ പറയുക, ഇന്നലത്തെ അങ്കംവെട്ടാണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നല്ല കിടന്നിട്ടുള്ളത് ശിവു. കലങ്കോലായിട്ട് കിടക്കണം, വൃത്തിയാക്കണേ. നമ്മുടെ കറി പരിപാടി ഇപ്പം കഴിയും കേട്ടോ. കറിയല്ല, ചെറിയൊരു നമുക്കതൊക്കെ മതി. പിന്നെ അച്ചാറുണ്ടായാൽ മതി. എന്നും കറി ഉണ്ടാക്കുക കൊണ്ട് കളയാം, തന്നെയാണ് പണി. കഴിക്കില്ല. അല്ല, ഞാൻ ഉണ്ടാക്കിക്കൊണ്ടല്ല കേട്ടോ. കുറച്ചല്ലേ വേണ്ടോ, ഞങ്ങൾ 2 ആളല്ലേ ഉള്ളൂ. അതാണ്. പുറത്തേക്ക് ഇറങ്ങാനുള്ളതാ. ശിവു പിടിച്ചോ, ഇറങ്ങിക്കോ. അതൊക്കെ അയ്യോ, നടക്കാൻ വേണ്ടിട്ട് കരഞ്ഞ കേട്ടോ കുട്ടി. ഇനി എന്തിനാ കരയണേ? ചുവാ ശിവു 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 വണ്ടി തുറന്ന് പോയിട്ട് വണ്ടി തുറന്ന്. കുട്ടികളിൽ ചാവിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടി വണ്ടി തുറക്കും. എന്താ നല്ല ബുദ്ധിയാ. കിട്ടണില്ലേ? അയ്യോ ദേഷ്യം വന്നാ പറഞ്ഞു വേണ്ട.
അച്ഛനോടുത്ത ചാവി അച്ഛൻ തുറന്നു തരും. ചാവി കൊടുത്ത ചാവി ഇല്ല, കൊടുക്കില്ല. നീ പോയി. അപ്പോൾ ശിവും കുട്ടിയൊക്കെ എണീറ്റു. കാരണം ശിവന് കുറച്ച് നേരം പാല് കൊടുക്കാൻ കിടന്ന് പോകാൻ എടുക്കാൻ പറ്റി, അതായത് എണീക്കണമൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും അടുക്കളയിൽ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കഴിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അടിച്ചു വാരി തുടച്ചിടണം. നമ്മൾ ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ കഴിച്ചത് ശിവ വാശിയിലായതാണ് കൊണ്ട് എണീറ്റ് വേഗം ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അടിച്ചു വാരി വൃത്തിയാക്കണം, തുടയ്ക്കണം. പിന്നെ കുറച്ച് അലക്കാനുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് അലക്കാനുണ്ട്, കുറച്ച് തുണികളുണ്ട് അലക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കിയെടുക്കണം. അതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഒരു പെൺകുട്ടി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ സാധാരണ ഒരു വീട്ടിൽ ചെയ്യണതല്ലേ എന്ന്. അത് സാധാരണ വീട്ടിൽ ചെയ്യണത് തന്നെയല്ല ഇപ്പം ഞാനും ചെയ്തത്. അതിനല്ലേ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. എന്താ ചെയ്യാല്ലേ. അപ്പോൾ കുറച്ച് ഡ്രസ്സുകൾ കഴുകാണ്ട്. കാരണം ഉണ്ണി ബെഡ്ഷീറ്റിൽ മൂത്രം ഒഴിച്ചിട്ട് 2-3 ബെഡ്ഷീറ്റും പിന്നെ ഒരു പുതപ്പുണ്ട് കേട്ടോ കഴുകാൻ. അങ്ങനെ നമുക്ക് പണികളിലേക്ക് കിടക്കാം. ഇനിയും പണികൾ തന്നെയാണ്. ഇപ്പോൾ ചോറൊക്കെ ആയിട്ടുണ്ട്. ഇനി കുട്ടികളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കട്ടൻ ചായ കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് കാരണം കട്ടൻ ചായ ഞാൻ രാവിലെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ അങ്ങനെ ഓക്കെ. അപ്പോൾ ഞാൻ അടിച്ചു വരാൻ പോവാണ് കേട്ടോ. അടിച്ചു വരാൻ വെച്ച് കഴിഞ്ഞാൽ കുറേ സ്ഥലം ഉണ്ട് നമുക്ക് അടിച്ചു വരാനായിട്ട്. അവിടെ ചെറിയൊരു ഹാള്, ഇതൊരു വലിയ ഹാള്, പിന്നെ റൂം, മുകളിൽ ഞാൻ ഇവിടെയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ശിവനെ നോക്കിയിട്ട് ഞാൻ മുകളിലത്തെ പണിക്ക് പോവുള്ളൂ. പിന്നെ കുറച്ച് തുണികളുണ്ട്, അത് മുകളിൽ കൊണ്ടേക്കാണ്. അതാണ് ഞാൻ അവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും അടിച്ചു വരികയല്ലോ. നീ മേക്കപ്പ് ചെയ്ത് തന്നെ ഭംഗിയുണ്ട്. ഭംഗിയൊന്നുമില്ല, ഭയങ്കര ഓവർ പൊട്ടിയുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നലത്തെ വീഡിയോയുടെ കണ്ടിന്യൂസ് ആണ് അത്. അങ്ങനെയല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലത്തെ മാത്രമാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നൊരു ഷൂട്ടുള്ള കാരണം അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാന്ന് വിചാരിച്ചു. ഒരു നമ്മുടെ പേജിലേക്ക് നമ്മൾ ഇടാൻ പോകുന്ന അല്ലെങ്കിൽ ഓണത്തിന് ഒരു മോമെന്റ് ഡ്രസ്സാണ് ചെയ്യാൻ പോകുന്നത്. അതെ, നമ്മളുടെ പേജിന്റെ കസിൻ തന്നെയാണ് ഫോട്ടോ വിഷു മിക്ക ഫോട്ടോസും കഷ്ടം എന്റെ മുറിഞ്ഞ് നല്ല ഒരു ഫോട്ടോ എടുക്കാം. ശിവനൊക്കെ പാത്രമൊക്കെ നീ ഇവിടെയൊക്കെ ബാക്കിലായിരിക്കണം. സെറ്റ് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് നല്ല ലക്ഷണം റെഡിയാണ്. വണ്ടി വിളിക്കുന്നുണ്ട്.
മരം വന്നിട്ട് അങ്ങനെ വീണ്ടും ഇതിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അല്ല ഇത് നടപ്പില്ല. എന്തടി വീടിൻ്റെ കൂടാളിനി അടുത്ത കരഞ്ഞാണ് എൻ്റെ ദൈവമേ.